നമസ്കാരം, ഞാൻ രതീഷ് രാജൻ. കൊല്ലവർഷം 1201 അതായത് 2025 ഓഗസ്റ്റ് മാസം 17 മുതൽ 2026 ഓഗസ്റ്റ് മാസം 16 വരെയുള്ള ഒരു വർഷക്കാലം ഉത്തര നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സാമാന്യമായിട്ടുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ചിങ്ങക്കൂറിലും പിന്നീട് വരുന്ന മുക്കാൽ ഭാഗം 3 പാദം, ആദ്യത്തെ ഒരു പാദം ചിങ്ങക്കൂറിലും ബാക്കി 3 പാദങ്ങൾ കന്നിക്കൂറിലുമായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത്. ഉത്തരത്തിൻ്റെ ചിങ്ങക്കൂറിൽ ജനിച്ച ആളുകൾക്ക് വളരെയധികം ഈശ്വരാധീനമുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഈ ഒരു കാലഘട്ടം. അപ്രതീക്ഷിതമായ ധനലാഭം. എന്നാൽ ഈ വർഷത്തിൻ്റെ ഏതാണ്ട് പകുതി സമയത്ത്, ഏതാണ്ട് ഈ ഒരു വർഷ പകുതി ആവുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ചില സാമ്പത്തിക ചിലവുകൾക്ക് വന്നു ചേരുന്നുള്ളൊരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ ആ ചിലവുകൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്ഥലം വാങ്ങുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ ഒക്കെ അസറ്റുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിലവുകളായിരിക്കും ഉണ്ടാവുക. അതിനനുസരിച്ചുള്ള സാമ്പത്തികം ഏതെങ്കിലുമൊക്കെ ഭാഗത്തു നിന്നൊക്കെ വരികയും ഉണ്ടാവും. ആ കാശ് അങ്ങനെ തന്നെ ചിലവാക്കി പോകേണ്ട ഒരു സാഹചര്യം കൂടി ഈ വർഷം മധ്യഭാഗത്തോടു കൂടി ഉണ്ടാവുന്നതാണ്. കന്നിക്കൂറുകാർക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പുരോഗതി, നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയിട്ട് തൊഴിലെടുക്കുന്നതിന്, അന്യദേശത്ത് പോയിട്ട് തൊഴിലെടുക്കുന്നതിനൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. തൊഴിൽ കർമ്മരംഗവുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കുകൾ വർദ്ധിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കും കന്നിക്കൂറിൽ ജനിച്ച ഉത്തര നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ആഗ്രഹങ്ങൾ, വളരെ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചു വച്ചിരിക്കുന്ന പല കാര്യങ്ങളും സാധിക്കുന്ന ഒരു സമയമായിരിക്കും ഈ വരാൻ പോകുന്ന ഒരു വർഷക്കാലം. പ്രത്യേകിച്ച് ഭൂമി വാങ്ങിക്കുന്നതിനും സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് സാധിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ചില വഴക്കുകൾ, പ്രത്യേകിച്ച് സഹോദരന്മാരായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ സഹായികളായിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില വഴക്കുകളോ വാക്ക് തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വീഴ്ച പോലുള്ള കാര്യങ്ങൾ, വീഴുക അല്ലെങ്കിൽ മുറിവ് ഉണ്ടാവുക, ചതവുണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതെ ഈ ഒരു വർഷക്കാലം ശ്രദ്ധിച്ചു പോരുന്നത് നല്ലതാണ്. ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉത്തര നക്ഷത്രക്കാർക്കുണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ദഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ശത്രുക്കളിൽ നിന്നുള്ള ചില ആരോപണങ്ങൾ, അനാവശ്യമായിട്ടുള്ള ചില അപവാദങ്ങളും ആരോപണങ്ങളൊക്കെ നേരിടേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ടാകും. പക്ഷേ അതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ രീതിയിൽ ബാധിക്കാത്ത രീതിയിൽ അത്തരം ആരോപണങ്ങളൊക്കെ ഒഴിവായി പോവുകയും ചെയ്യും. പക്ഷേ എങ്കിലും ഇത്തരം ആരോപണങ്ങളൊക്കെ ഉണ്ടാവാതെ ശ്രദ്ധിച്ച് പോകേണ്ടതാണ്. യാത്ര സംബന്ധമായിട്ട് ചില ദീർഘദൂര യാത്രകളൊക്കെ പോകുന്ന സമയത്ത് ചില തടസ്സങ്ങളോ അല്ലെങ്കിൽ അത് യാത്രയുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേകിച്ച് മോഷണം പോലെയുള്ള കാര്യങ്ങളൊക്കെ യാത്രയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത്